ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. കാരണം തംബ്ലൈന് കണ്ടിട്ട്. അതേ ഗൈസ്, നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞങ്ങൾ പാലക്കാട് ഫെസ്റ്റിന് പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ മേമ്മയുടെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫെസ്റ്റിന് പോകാമെന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്ന് നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ബസ്സിലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു. കാരണം ഞങ്ങൾ ഫ്രണ്ടിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ മേമയാണെങ്കിൽ എങ്ങോട്ടൊക്കെയോ നോക്കുന്നുണ്ട്. ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് പോലെ ആൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ സ്റ്റേഡിയം എത്തി ഗൈസ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു 4:30-5 മണി ആ ടൈം ആയിരുന്നു. കാരണം പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പാലക്കാട് ഇവിടെ ഫെസ്റ്റ് വന്ന കാരണം പറയേ വേണ്ട, മൊത്തം തിരക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും മേമയും പിന്നെ മക്കളെല്ലാവരും കൂടി ബസ്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയും കൂടി സ്കൂട്ടിയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ സ്റ്റേഡിയം എത്തി. അങ്ങനെ നമ്മളിങ്ങനെ ഫെസ്റ്റിന് പോവുമായിരുന്നു. ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പോണ ടൈമിൽ എടുത്ത വീഡിയോ ആണ് ഇത്. കുട്ടികളെല്ലാവരും അതിനകത്ത് കയറാൻ വേണ്ടി നല്ല എക്സൈറ്റഡ് ആയിരുന്നു. കുട്ടികൾ മാത്രമല്ല, ഞാനും എല്ലാവരും. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എത്തി കുറച്ച് നേരം നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിൽക്കുമ്പോഴത്തേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് പിന്നെ വാട്ടർഫോൾസും എല്ലാം ഉള്ളത് കൊണ്ട് നല്ല എക്സൈറ്റഡ് ആയിരുന്നു നമ്മൾ കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറേ ആയിട്ട് ഇൻസ്റ്റ തുറന്നാലും അതുപോലെ തന്നെ യൂട്യൂബ് തുറന്നാലും ഒക്കെ ട്രെൻഡിങ് ആയി വരുന്നത് ഈ പാലക്കാട് ഫെസ്റ്റിൻ്റെ വീഡിയോസ് ആണല്ലോ. അപ്പോൾ ഞങ്ങളൊന്ന് പോയി കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ വന്നത് ടിക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന വരവാണ് നിങ്ങൾ ഈ കാണുന്നത് ഗൈസ്. ആൾ വരുമ്പോൾ തന്നെ നല്ല ചിരിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളെല്ലാം അമ്മ പോയി ടിക്കറ്റൊക്കെ എടുത്ത് വന്നതിന് ശേഷം അതിനകത്ത് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് കയറാൻ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഇത് ഫസ്റ്റ് ശ്രീകുട്ടി ഉമ്മർത്തന്നെ നടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ ബാക്കിൽ അങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറിയതും നല്ലൊരു എക്സൈറ്റഡ് ആയിരുന്നു. നല്ല കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു അതിനകത്തെ സംഭവങ്ങളെല്ലാം. ഇത് ബട്ടർഫ്ലൈയും പിന്നെ ഹണി ബീയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ചിറക് ഇങ്ങനെ ആടുന്നത് കാണാൻ ഭയങ്കര രസമുണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി. പിന്നെ അവിടെയും ജസ്റ്റ് ഒന്ന് എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് മേമയ്ക്ക് വീഡിയോ എടുത്ത് കൊടുക്കണം, ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫോട്ടോ എടുക്കാനും ഒരുപാട് അടിപൊളിയായിട്ടുള്ള നല്ല നല്ല സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു എന്ന് വെച്ചാൽ 120 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നമ്മൾ അതിനകത്ത് കയറുന്നത് സത്യം പറഞ്ഞാൽ നല്ല വർത്താണ്. അടിപൊളിയായി എല്ലാ സംഭവങ്ങളും നന്നായി കാണാൻ പറ്റും. പിന്നെ വാട്ടർഫോൾസിലൊക്കെ കളിക്കാം. നല്ല അടിപൊളി സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഗൈസ്. കുട്ടികൾക്കൊക്കെ നല്ല എൻ്റർടൈനിങ് ആയിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും വയസ്സായവർക്കും എല്ലാവർക്കും നല്ല അടിപൊളിയായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയും മേമയും എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടി ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അപ്പുറത്തോട്ട് വന്നപ്പോഴായിരുന്നു ഇത് ഗൈസ് നമ്മുടെ വാട്ടർഫോൾസൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ വന്നതും കുട്ടികളൊക്കെ അതിൽ കളിക്കണം എന്ന് പറഞ്ഞ ആ ഒരു മൈൻഡായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും ആരും നിന്ന് വന്നില്ല. നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അധികം രസമില്ല. പക്ഷേ കുറച്ചും കൂടി രാത്രി ആയപ്പോൾ അതിന് മുകളിൽ ലൈറ്റൊക്കെ വന്ന് നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു ഗൈസ്. അതിനുശേഷം ആരും തന്നെ വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കാൻ വരുന്നില്ല. കാരണം അവർക്ക് വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഇത് ദക്ഷ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസ് എടുത്തു ഞങ്ങൾ 3 പേരും കൂടി. പിന്നെ അങ്ങനെ ഇത് നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് ഗൈസ്. അടുത്ത് പോയതും വെള്ളമായ കാരണം നല്ല തണുപ്പായിരുന്നു. അങ്ങനെ ഇത് എല്ലാവർക്കും വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു കുട്ടികളെല്ലാവരും. അപ്പോൾ ഞാനും അമ്മയും കൂടി ജസ്റ്റ് വീഡിയോ എടുത്തു. അങ്ങനെ ഇതെല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് അമ്മ എല്ലാവരും വെള്ളത്തിൽ കയറ്റിയായിരുന്നു. ആ വെള്ളത്തിൽ ഒരുമാതിരി ഗ്രിപ്പില്ല കേട്ടോ. അതിലൊരു റൗണ്ട് സംഭവം ഉണ്ട്. അതിൽ നിന്നിട്ട് വേണം നമ്മൾ കയറാൻ. അങ്ങനെ ഇത് കുട്ടികളെല്ലാവരും കയറി കളിക്കാൻ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കയറി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരുതിപ്പോയി ഗൈസ്. എന്നിട്ട് കയറാൻ ഉണ്ണിക്കുട്ടനോട് കൈ താടാ എന്ന് പറഞ്ഞപ്പോൾ അവൻ പോടി എന്ന് പറയുക എൻ്റെ മുഖത്ത് നോക്കിയിട്ട്. വിടില്ല, ഞാൻ അങ്ങനൊന്നും വിടില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്ക് കയറി ഗൈസ്. ഇങ്ങനെ ഇത് അവനും ഒരുതിപ്പോയി. അങ്ങനെ നമ്മൾ കുറേ നേരം വാട്ടർഫോൾസിലൊക്കെ കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് നമ്മുടെ ഈ പാലക്കാട് സ്റ്റേഡിയത്തിൽ തന്നെ ഈ സ്ഥലത്ത് തന്നെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു എന്നറിയോ? ഗുണ കേവും പിന്നെ കുറേ ഫെസ്റ്റിവലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ദി ബിഗ്ഗസ്റ്റ് മാൻ മെയ്ഡ് വാട്ടർഫോൾസ്, അതായത് ഇത് മാത്രമാണ് ഗൈസ്. ഇതുവരെ ഇങ്ങനത്തെ വാട്ടർഫോൾസ് ഇവിടെ വന്നിട്ടേ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകാരണം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അമ്മ അങ്ങനെ കുട്ടികളെ എല്ലാവരെയും വെള്ളത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇപ്പുറത്ത് ഉള്ള DJ അമ്യൂസ്മെൻറ്റിലോട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ വന്നു കേട്ടോ. അപ്പുറത്തെ വെള്ളച്ചാട്ടം പോലെയല്ല ഇവിടെ
കളിക്കാനൊന്നും പറ്റത്തില്ല. സോ ഇവിടെ വെറുതെ കാണാം, ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം, അത് മാത്രം. പക്ഷെ കളിക്കാനൊന്നും പറ്റത്തില്ല. ബട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. ആ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കയറാം, കളിക്കാം, അങ്ങനെയാണ്. പക്ഷെ ഇതിൽ വന്നിട്ട് വെള്ളം ഇങ്ങനെ താഴോട്ട് വരുന്നത് പോലെയാണ്. സോ ഇതിൽ കളിക്കാനൊന്നും പറ്റില്ല ഗൈസ്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു. അതിനുശേഷം ദേ കുട്ടികളും അമ്മമ്മയും അമ്മയും എല്ലാവരും കൂടി അവിടെ വന്നിരുന്നു. അപ്പോൾ ദേ കുട്ടികൾ വീണ്ടും നല്ല വാശി പിടിക്കുക. എന്തിനാ നിങ്ങൾ ഗസ് ചെയ്യൂ ഗൈസ്. കാരണം നിങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വീണ്ടും അവർക്ക് ആ വെള്ളച്ചാട്ടത്തിൽ കളിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വാശിയിലായിരുന്നു. അങ്ങനെ ഇത് കുറച്ച് നേരം ഇരുന്നതും ഞങ്ങൾ എന്താ പറയുക ഫുഡ് കഴിച്ചു. ഫുഡ് മീൻസ് സ്നാക്സ് കേട്ടോ, സ്നാക്സ് ഐറ്റംസ്. അതായത് ഇത് ബിങ്കോയും പിന്നെ ചക്രം പോലെ സംഭവം അങ്ങനെ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടെ മൊത്തം DJ പാട്ടും ഒക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇത് ശ്രീകുട്ടി ചാടിത്തുള്ളിയൊക്കെയാണ് കഴിക്കുന്നത്, ഇങ്ങനെ ആടിയിട്ട്. അങ്ങനെ കുട്ടികളുടെ വാശി പോലെ നമ്മൾ വീണ്ടും വെള്ളച്ചാട്ടത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ അപ്പോഴേ പറഞ്ഞതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ മൊത്തം DJയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇത് രാത്രി അങ്ങനെ പോകെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ചും കൂടി നൈറ്റ് ആകുമ്പോൾ നല്ല ലൈറ്റൊക്കെ സീനായിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മേമയുടെ ഫോണിൽ സെൽഫി എടുക്കുകയായിരുന്നു ഗൈസ്. കാരണം എനിക്ക് വേണ്ടത് ഈ വീഡിയോ, ബട്ട് മേമയ്ക്ക് വേണ്ടത് ഫോട്ടോ. കാരണം സ്റ്റാറ്റസ് വെക്കാൻ, എനിക്ക് യൂട്യൂബിലിടാൻ. അങ്ങനെ ഇത് വെള്ളച്ചാട്ടത്തിൽ എല്ലാവരും കളിക്കുമായിരുന്നു. നോക്കാൻ പറഞ്ഞപ്പോൾ ഭാഗ്യത്തിന് പിള്ളേരെല്ലാം ക്യാമറയ്ക്ക് നോക്കിയിട്ടല്ലേ, ഇങ്ങനെ നാണം കെട്ടിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ. അങ്ങനെ നാണം കെട്ടാൽ തന്നെ ആ ക്ലിപ്പൊന്നും ഞാൻ ഇവിടെ ആഡ് ചെയ്യാറില്ല ഗൈസ്. സോ അങ്ങനെ എല്ലാവരും വെള്ളച്ചാട്ടത്തിൽ നിന്ന് കളിച്ചിറങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അങ്ങനെ ഇതൊരു സൈഡിൽ വന്ന് മേമ ശ്രീകുട്ടിക്ക് തല തോർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല പോലെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെ വെള്ളച്ചാട്ടത്തിൽ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളമൊക്കെ എന്താ പറയുക നല്ല പോലെ തലയിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ശ്രീകുട്ടി വലിയമ്മടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്, എവിടേക്കോ കയറണമെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ വലിയമ്മയാണെങ്കിൽ എല്ലാത്തിനും ഞോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയമ്മ മീൻസ് എൻ്റെ അമ്മ, അവൾക്ക് വലിയമ്മ, എനിക്കമ്മ. അതിനുശേഷം നമ്മൾ അങ്ങനെ ഇത് റോബോട്ടിക് ഡോഗ് ഷോ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഇത് കണ്ടൊരു അരമണിക്കൂറോളം നമ്മുടെ ടൈമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഹായ് പറഞ്ഞാൽ തിരിച്ച് ആ ഡോഗ് വന്നിട്ട് ഹായ് എന്നൊക്കെ പറയും. അത് കാരണം നല്ല രസമായിരുന്നു. പിന്നെ ഇത് ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ കുറച്ച് ഇരുട്ടായപ്പോഴത്തേക്കും ഇത് അടിപൊളിയായി ലൈറ്റൊക്കെ കത്താൻ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വരുമ്പോൾ ലൈറ്റ് ഒന്നും കത്തുന്നുണ്ടായിരുന്നില്ല, കാരണം നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. ഇപ്പോൾ നൈറ്റ് ആയപ്പോഴത്തേക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു. അതിന് ശേഷം അതിനകത്ത് തന്നെ ഈ ഷോപ്പിംഗ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഒരു മാർക്കറ്റ് പോലെ. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ബുക്കിൻ്റെ സെക്ഷനാണ്. സോ നമ്മൾ ആ ഭാഗത്തേക്കേ പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം ബുക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ബുക്കിൻ്റെ ആവശ്യമില്ല എന്ന് ബുക്കിന് പറയാം, എനിക്കും അറിയാം. പിന്നെന്തിനാ ചുമ്മാ ഈ ബുക്കൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല. കുറേ വെറൈറ്റീസ് ഓഫ് അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു. ചെമ്മീൻ അച്ചാറ്, മാങ്ങ അച്ചാറും പിന്നെ നാരങ്ങ അച്ചാർ, അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഇത് ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾക്ക് ഏതും ഇഷ്ടമായില്ല എന്നല്ല, ഇത് ഫാൻസി ടൈപ്പ് പെട്ടെന്ന് പൊട്ടുന്ന മോഡലാണ്, അത് കാരണം നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നെക്സ്റ്റ് നമ്മൾ നേരെ വന്നത് ഫുഡിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. ഫുഡിൻ്റെ സെക്ഷനിലോട്ട് പോയി ഒന്നും വാങ്ങാതെ വരുന്ന ശീലം നമുക്ക് പിന്നെ പണ്ടേ ഇല്ല. അത് കാരണം എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേന്ന് വെച്ച് ഞങ്ങൾ കുറേ സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഫോർ നമ്മൾ ഈ കോളിഫ്ലവറും പിന്നെ സ്പ്രിങ് പൊട്ടാറ്റോയും പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ ഐസ്ക്രീമും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ തീ പോകുന്ന വിലയാണ് കേട്ടോ. ഈ 4 സംഭവത്തിന് തന്നെ 500 രൂപയുടെ ബില്ലാണ് കൊടുത്തത്. ഇതുണ്ടെങ്കിൽ പുറത്ത് പോയി മന്തി കഴിക്കായിരുന്നു. ഇവിടെ നല്ല വിലയാണെങ്കിൽ പോലും ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ സെക്ഷനിലോട്ടായാലും ഇവിടെ എല്ലാവിടെയും നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ സ്പ്രിങ് പൊട്ടാറ്റോയും കോളിഫ്ലവറും പിന്നെ മുളക് ബജിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങനെ പുറത്തോട്ട് വന്നപ്പോഴായിരുന്നു ഈ ഒരു ഗെയിം ഉണ്ട്. ശ്രീകുട്ടിക്കാണെങ്കിൽ ഇതിൽ കളിക്കണമെന്ന് പറഞ്ഞ് നല്ല വാശി. പിന്നെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് കൊണ്ടുവന്നു. അങ്ങനെ ഈ ജെയിൻ വീലും കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തിലെങ്കിലും കയറണമെന്ന് അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു. എൻ്റെ കിളി അങ്ങോട്ട് പറന്നു പോയി കേട്ടോ. എനിക്കിതിലൊക്കെ സത്യം പറഞ്ഞാൽ ഇരിക്കാൻ നല്ല പേടിയാണ്. മറ്റൊരു പ്രദർശന നഗരിയിലും ഇതുവരെ കാണാൻ കഴിയാത്ത അത്ഭുതത്തോടെ, ആകാംക്ഷയോടെ, നെഞ്ചെടുപ്പോടെ മാത്രം കാണാൻ കഴിയുന്നു
നമ്മളങ്ങനെ ഇത് ഈ ഗോസ്റ്റിൻ്റെ സംഭവം കണ്ടു. അതിൽ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ പോയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾക്കും അതിനകത്ത് പോകണമെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞു അതിനകത്ത് കയറിയാൽ നിങ്ങൾ പേടിക്കൂ എന്നൊക്കെ പറഞ്ഞു. അത് കാരണം നമ്മൾ കയറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഗോസ്റ്റിൻ്റെ മൂവി ആയാലും സ്റ്റോറി ആയാലും പിന്നെ ഇതിനകത്ത് കയറാനായാലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കയറിയില്ല ഗൈസ്. ഐ ആം സോ സാഡ്. ഞാൻ ഉദ്ദേശിച്ചത് ഐ ആം സോ സാഡ് എന്നാണ്. പക്ഷെ പറഞ്ഞു വന്നത് വേറെ എന്തൊക്കെയൊക്കെയോ ആയിപ്പോയി ഗൈസ്. വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഞാനിത് കുറേ കളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ കണ്ടു. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ തല അങ്ങോട്ട് കറങ്ങി സത്യം പറഞ്ഞാൽ. പിന്നെ അമ്മയുടെ ഒരു ചോദ്യം, ഇതിലെന്തിലെങ്കിലും ഒക്കെ കയറണമെന്ന്. അയ്യോ ഒന്നിലും കയറണ്ട, നമുക്ക് ഇവിടെ നിന്ന് പോയാൽ മതി എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഇതൊക്കെ കണ്ടിട്ട് തന്നെ എനിക്ക് തലയിറങ്ങുക പിന്നെയല്ലേ കയറാൻ. പിന്നെ മേമ പറഞ്ഞു അതിലൊന്നും സേഫ്റ്റി ഉണ്ടാവില്ല. അത് കറക്റ്റാണ് കേട്ടോ, അതിലൊന്നും തീരെ സേഫ്റ്റി ഉണ്ടാവില്ല. അല്ലാണ്ട് എനിക്ക് പേടിയായിട്ടൊന്നും. ഇത് ലാസ്റ്റ് നമ്മൾ പോയി വളരെ സേഫ്റ്റി ഉള്ളൊരു സംഭവത്തിലായിരുന്നു 3 പേരെയും കയറ്റിയിട്ടുണ്ടായിരുന്നത്. ഒരാനക്കുട്ടി എന്നല്ല, കുറേ ആനക്കുട്ടി ഉണ്ട്. നമ്മുടെ 3 മക്കളായ കാരണം 3 ആനക്കുട്ടി 3 ആനയുടെ മേലെ 3 ആനകളെ ഇരുത്തി ഗൈസ്. അങ്ങനെ ഇത് ലാസ്റ്റ് ശ്രീകുട്ടി കയറി. അങ്ങനെ ഇതിൽ വന്നിട്ട് അവർക്ക് ഇരിക്കണം എന്നൊന്നും പറഞ്ഞില്ല. ഇതിലിരുത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കയറ്റി ഇരുത്തി. അങ്ങനെ 3 എണ്ണം കുറേ നേരം അവിടെ ഇരുന്ന് കറങ്ങി. അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അവിടെ ഒരാൾ നിന്നിട്ട് അതിനകത്ത് ഉന്തി കൊടുക്കുകയാണ്. അപ്പോൾ ഈ സംഭവമൊക്കെ കറങ്ങും. അങ്ങനെയാണ്, അല്ലാണ്ട് അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നുള്ളൂ. അധികം സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം കുഴപ്പമില്ലായിരുന്നില്ല. അവരിയ്ക്കുന്ന ഈ സംഭവത്തിൻ്റെ തൊട്ട് പുറകിലാണ് ഈ ജെയിൻ വീല്. അത് ഞാൻ അങ്ങനെ കണ്ടുകൊണ്ട് നിന്നത്. അത് കാണാൻ എന്താ രസമല്ലേ. അതിലിരുന്നവർക്കെല്ലാം അറിയുള്ളൂ. ആഹാ, ഞാൻ അതിൽ സത്യം പറഞ്ഞാൽ ഇതുവരെ ഇരുന്നിട്ടില്ല, എന്നെ ഇരുത്തിയിട്ടുമില്ല. കാരണം എൻ്റെ പേടി കൊണ്ടും പിന്നെ പാരൻസിൻ്റെ ഒക്കെ ഒരു ഇത് കൊണ്ടുമാണ്. അങ്ങനെ 3 എണ്ണവും കറങ്ങി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് എൻ്റെ ഉണ്ണിക്കുട്ടൻ ചാടി ഇറങ്ങി. അതിന് ശേഷം ദക്ഷു വന്നിട്ടുണ്ടായിരുന്നു, അവളും ഇറങ്ങി. ശ്രീകുട്ടി ലാസ്റ്റാണ് ഇറങ്ങിയത്. അവൾ ലാസ്റ്റാണ് കയറിയത്, അതുപോലെ തന്നെ ലാസ്റ്റാണ് ഇറങ്ങുന്നത്. സോ അവൾ അങ്ങനെ വലിയമ്മയ്ക്ക് കൈയൊക്കെ കൊടുത്ത് മെല്ലെ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി. അവൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മൾ അവളുടെ ബാക്കിലുണ്ടായിരുന്ന സംഭവം കണ്ടത്. ഈ ഡ്രാഗൺ അത് പോകുന്നൊരു പോക്ക് കണ്ടില്ലേ. അതിലിരിക്കുന്നവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഗൈസ്. ഞാനിതിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴായിരുന്നു എന്നറിയോ, ഒരു 5ാം ക്ലാസ്സിൽ ആ ടൈമിലൊക്കെ പഠിക്കുമ്പോൾ ഫാൻസി പാർക്കിലേക്ക് ടൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇരിക്കാൻ. പക്ഷേ ഇപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ആ ഒരു ടൈമിൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിന്നത്. ഇതിലൊക്കെ ഇരിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അയ്യോ, എനിക്ക് കാണുമ്പോൾ തന്നെ തല ഇറങ്ങും. അങ്ങനെ നമ്മൾ അവിടെയുള്ള സംഭവങ്ങളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. നമ്മൾ തിരിച്ചു പോകണമെന്ന് പറയാമെന്ന് പറഞ്ഞപ്പോൾ ശ്രീകുട്ടിയുടെ മുഖത്ത് ആ നാണമൊന്ന് നോക്കിയ കേസ്. എന്തൊരു നാണോ അല്ലേ. നമ്മൾ തിരിച്ചു പോകുമ്പോൾ അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ഒരു 8:30-9 മണി ആ ടൈമിലായിരുന്നു നമ്മൾ വീട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് എത്ര മണിക്ക് ഇറങ്ങിയതെന്നൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വരുമ്പോൾ ബസ്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പോകുമ്പോൾ ഞാനും ഉണ്ണിക്കുട്ടനും കൂടി സ്കൂട്ടിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.